ഇന്നൊരു ഫുഡ് വ്ലോഗാണ് കേട്ടോ. തമിഴിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ വന്നോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പൊ നമ്മളിതേ വാഴത്തോപ്പിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നിവിടെ നമ്മൾ കിഴി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കിഴി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തായാലും വാഴല വേണം. അപ്പൊ വാഴ പൊട്ടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ വന്നത്. വാഴ പൊട്ടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം ഇനി. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ട വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കീറാത്ത എല്ലാം നോക്കി പൊട്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് വാട്ടിയിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. വാഴലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പം നമുക്കിനി അവിടെ പോയിട്ട് കാണാം കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അറിയാം നമ്മുടെ പൊന്നാരൊക്കെ കൂടെ ഉണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങാം കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ല, എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും അച്ഛൻ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ അമ്മ പൊളിച്ച് തന്നിട്ടുണ്ട്. ഇനി അരി കഴുകാനുണ്ട്, പൈനാപ്പിൾ മുറിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് പണി നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ അതേ അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്, അതും ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാട്ടോ. നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പണികളെല്ലാം ഓരോന്നായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ അരിയാണ് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. പിന്നെ ചിക്കനും നന്നായിട്ട് കഴുകി എടുക്കുക. ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് കുറച്ച് പട്ട, കറയാമ്പൂ, ഏലക്ക, ജാതിക്ക, പത്രിക്ക, കുത്രിക്ക എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ നല്ല വിട്ട് നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഉപ്പ്. നമ്മൾ ഉപ്പിട്ട് എന്തോരൊന്നും കണക്കൊന്നുമില്ല, കുറച്ചങ്ങനെ ഇട്ട് കൊടുക്കാം. സാൾട്ട് എന്ന് പറയുമ്പോ തിന്നണ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ തോപ്പം പടിയിലെ സാൾട്ടാണ് വരുള്ളൂ. കഴുകിയ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് മസാലപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അവസാനം കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു അതിൻ്റെ ഇല്ല, മഞ്ഞൾപ്പൊടിയും കൂടി ഇടട്ടോ ഗൈസ്, കുറച്ചിട്ടാണ്. അപ്പം ഞാനിവിടെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ചേട്ടത്തെ അവളെയും പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ കൊച്ചുണ്ട്, കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം പൊന്നാരത്തിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അറിയാവോ ഗൈസ്, സോഫ്റ്റ് ആയിട്ട് ഇത് നാരങ്ങ രണ്ട് ഇതാണ് ചെയ്യണം. ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അതിനകത്ത് നല്ല ഇങ്ങനെ അപ്പം ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുവേണ്ടി മീനമ്മയാണ് നമുക്കിതെല്ലാം കുഴച്ച് തരുന്നത്. എനിക്ക് കൈ ഊത്തിലെടുക്കും കേട്ടോ കുഴച്ച് കഴിയുമ്പോഴേക്കും, അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. അപ്പം നന്നായിട്ട് കുഴച്ച് നല്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ചിക്കൻ മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ അരി ഇടാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേഗട്ടെ. ഇനി ആ ഗ്യാപ്പിൽ നമുക്ക് അരിയേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള അരിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സവാള അരിയണയാണ്. ഇനി പിന്നെ അപ്പുറത്തിരുന്ന് തന്നെ ചേട്ട നന്നായിട്ട് കുഞ്ഞുകുന പൈനാപ്പിളും കൂടി അരിഞ്ഞെനിക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഇടികലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും എല്ലാവരും സൂപ്പറാണെന്ന് തന്നെ പറയണം കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കണേ. ഓക്കെ, സവാളയൊക്കെ അരിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിനി ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെ മീനമ്മയാണ് കേട്ടോ വീണ്ടും ഹെൽപ്പ് ചെയ്യണത്. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് മുരിഞ്ഞു പോകരുത്. മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈസായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്ന നാരങ്ങ കലക്കി വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ള ദിവസം ഉണ്ടോ ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രസൻസ് ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. എല്ലാവരും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയുടെ മുന്നിൽ ആരും വന്നിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. ചിക്കൻ വറുത്ത എണ്ണയിലാണ് കേട്ടോ നമ്മൾ ഈ സവാള വഴറ്റുന്നത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ആ ചതച്ചെടുത്തതും കൂടി നമുക്കിതിലേക്ക്. അപ്പോൾ സവാള വഴണ്ടി വന്ന സമയത്ത് തന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് നമ്മുടെ കശുവണ്ടി, കിസ്മസ്, അതുപോലെ തന്നെ സവാള അതെല്ലാം കൂടി ഒന്ന് നെയ്യിൽ വഴറ്റിയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇത് സവാള നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി നമ്മൾ ഈസ്റ്റേൻ്റെയാണ് കേട്ടോ. എപ്പോഴും ചിക്കൻ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റേൻ്റെ മസാലപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനും കൂടി ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ഈ മസാലപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് ഞാൻ എൻ്റെ ഒരു അളവിനാണ്. ഞാൻ നേരത്തെ മുതൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഇത്ര സ്പൂൺ ഇത്ര അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തോന്നുന്ന ഒരു അളവിലാണ് ഞാൻ എല്ലാം ആഡ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ചോറും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മസ്, അതുപോലെ പൈനാപ്പിൾ അതെല്ലാം കൂടി ഇട്ട് മല്ലിയില അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ഈ ചെയ്യുന്നത്. എല്ലാവരും ഉള്ളപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറയുന്നത്. നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഇതിനകത്ത് ഉണ്ട്. അപ്പം നമ്മൾ 2 പരിപാടിയും കഴിഞ്ഞു. ചിക്കൻ കറി ഉണ്ടായി കഴിഞ്ഞു, ചോറും ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി അത് മിക്സ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പരിപാടി എന്നുള്ളത് കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കിഴി ബിരിയാണിയാണല്ലോ ഉണ്ടാക്കണം. ആ കിഴി ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയാണ്. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ചിക്കൻ കുറച്ചെടുക്കുക. അപ്പോൾ കാല് തന്നെയാണ് ആദ്യം കിട്ടിയത്. നമുക്ക് കാലെടുത്ത് എന്നിട്ട് നമ്മൾ ചോറും കൂടി കുറച്ച് വെക്കുക കേട്ടോ. വളരെ കുറച്ചാണ് വെക്കുന്നത്. കോഴിമുട്ട അതും കൂടി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി കിഴി കെട്ടലാണ് കേട്ടോ അടുത്ത ഏറ്റവും വലിയ പരിപാടി എന്ന് പറയണത്. കിഴി കെട്ടാൻ വേണ്ടി ഇതെല്ലാം കൂടി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വാഴലയുടെ നാര് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ നാരും കൂടി കെട്ടി ഞാനും മീനമ്മയും കൂടി എന്തൊക്കെയോ കാണിച്ച് കെട്ടുന്നുണ്ട്. നമ്മളിത് ആദ്യമായിട്ടാണല്ലോ, നമുക്കറിയില്ല എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ കിഴി എന്ന് പറയുന്ന സംഭവം. ഇനി ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലിട്ടൊന്ന് ആവിയേറ്റി എടുക്കാം കേട്ടോ. കിഴി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി തിന്ന് നോക്കാം. എല്ലാരും കൂടി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് തിന്ന് നോക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ താഴെ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ താഴെ കൊണ്ടുവന്ന് കിഴിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി കിഴിയിൽ ബിരിയാണിക്ക് വേണ്ട സള്ളാസ് അതുപോലെ തന്നെ പപ്പടം എല്ലാം കൊണ്ടുവന്ന് ഓരോന്നോരോന്നായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി താഴെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടിപൊളി. ഒന്നും പറയില്ല. പറഞ്ഞോ അടുത്ത ആള് ചേർത്ത് പറയാന്നു. പൊന്നാരത്തിന് വേണ്ടി ഒരു കുഞ്ഞു കിഴിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. പൊന്നാരത്തിനോട് അഭിപ്രായം ചോദിച്ചാലോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അച്ഛ ഒരു പരിപാടിക്ക് പോയേക്കുന്നതുകൊണ്ട് അച്ഛ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അച്ഛ രാത്രിയായപ്പോൾ വന്നപ്പോൾ അച്ഛക്ക് ഫുഡ് കൊടുത്തു. സൂപ്പറാണോ? പൊളി സാധനം. ഇതാണ് കേട്ടോ നമ്മുടെ കിഴി ബിരിയാണി. ഉച്ചക്ക് മറ്റേതൊക്കെ കാണിക്കാൻ പറ്റിയില്ല. കച്ചമ്പർ ഗായ്സ്. അപ്പോൾ അച്ഛയും കൂടി തിന്ന് കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ടിങ് ബട്ടണും കൂടി ടിങ് ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ താങ്ക് യു ഗായ്സ്.